നമസ്കാരം ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അബോർഷൻ ആകാതിരിക്കാൻ ഗർഭിണികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഹെൽത്ത് ടോക്കിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ശ്രീ ഉത്തരം തിരുനാൾ റോയൽ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വീണ ചൂടാമണിയാണ്. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻസിൽ നമുക്കൊരു മേ ബി ഒരു ഫസ്റ്റ് ഒരു പ്രഗ്നൻസിയൊക്കെ അബോർട്ടായി ആദ്യത്തെ ഒരു 3 മാസത്തിനുള്ളിലൊക്കെ അബോർട്ടായി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മളിപ്പം അതിൻ്റെ റേറ്റ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇനിയൊരു കാലഘട്ടത്തിൽ ഈ ഒരു അബോർഷൻ്റെ റേറ്റ്സ് ഇങ്ങനെ കൂടാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? അബോർഷൻസിന് പല റീസൺസ് ഉണ്ട്. ഇത് സാധാരണയായിട്ട് നമ്മളിപ്പോൾ അബോർഷൻസിനെ ഡിവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻ ആണ്. ആദ്യമായിട്ട് അബോർഷൻസ് എന്താന്ന് പറഞ്ഞാൽ ഒരു ബേബി ഒരു മെച്യൂരിറ്റി എത്തുന്ന മുമ്പ് എക്സ്പെല്ലായി പോകുന്നതിനാണ് അബോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാലഘട്ടത്തിൽ 28 ആഴ്ച എന്ന് പറഞ്ഞാൽ 7 മാസത്തിന് മുമ്പ് ഉണ്ടാകുന്ന എല്ലാ ഡെലിവറീസിനും ഞങ്ങൾ അബോർഷൻസ് എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് 5 മാസം എന്ന് പറഞ്ഞാൽ 20 ആഴ്ച കഴിഞ്ഞിട്ടും ചിലപ്പോൾ ബേബീനെ സേവ് ഒരു 6 മാസം ഉണ്ടാവുന്ന ഡെലിവറി ആവുന്ന ഒരു ബേബിനെയും ചിലപ്പോൾ സേവ് ചെയ്യാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ക്രൈറ്റീരിയയിൽ 20 ആഴ്ച എന്ന് പറഞ്ഞാൽ 5 മാസത്തിനുള്ളിൽ ഗർഭം അലസി പോകുന്നതിനാണ് അബോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ആദ്യത്തെ 3 മാസങ്ങൾ ഉണ്ടാകുന്ന അബോർഷൻസിൻ്റെ കാരണങ്ങൾ വേറെയാണ്. 3 മുതൽ 5 മാസത്തിൽ ആകുന്ന അബോർഷൻസിൻ്റെ കാരണങ്ങൾ യൂഷ്വലി വേറെയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നാമത് മെയിൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കാരണം വരുന്നതാണ്. അപ്പോൾ ഹോർമോണൽ പ്രോബ്ലംസ് പലതും ഇപ്പോൾ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അതേപോലെ ഡയബറ്റീസ്, പണ്ടുള്ള അധികം കാണാതിരുന്ന അസുഖങ്ങളിൽ ഒരെണ്ണമാണ് ഡയബറ്റീസ്. ഏർലി പ്രഗ്നൻസിയിൽ തന്നെ ഡയബറ്റീസ് ഉണ്ടായിട്ട് അബോർഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതേപോലെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, കുറേ പൊല്യൂഷൻ കൂടിയത് കൊണ്ടും കുറേ ടോക്സിൻസ്, കെമിക്കൽ ടോക്സിൻസിന് നമ്മൾ എക്സ്പോസ്ഡ് ആയത് പല രീതിയിൽ, അറ്റ്മോസ്ഫിയർ ആയിരിക്കും, ഫുഡ് ആയിരിക്കും, നമ്മൾ ഇൻഹെയിൽ ചെയ്ത എയർ ടോക്സിക് ആണ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് ടോക്സിക് ആണ്. ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഈ കാലഘട്ടത്തെ അബോർഷൻസ് പണ്ടത്തെ കാലത്തിനെക്കാട്ടിൽ കുറച്ചുകൂടി കൂടുതൽ ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു 2 ഫേസസ് ഉണ്ട്. ഒരു ഫസ്റ്റ് 3 മന്ത്സും നെക്സ്റ്റ് ഒരു അപ് ടു 5 മന്ത്സ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ആദ്യത്തെ 3 മാസങ്ങളിൽ ഈ അബോർഷൻ ഉണ്ടാകാനുള്ള റീസൺസ് എന്തൊക്കെയായിരിക്കും ഡോക്ടർ? പ്രധാനപ്പെട്ട റീസൺ ഹോർമോണൽ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതിൽ തൈറോയിഡ് വരാം, തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അബോർഷൻസ് ആവാം. പിന്നെ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ നമ്മുടെ പ്രഗ്നൻസിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, എസ്പെഷ്യലി ഫസ്റ്റ് 12 വീക്സിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഹോർമോണാണ്. അപ്പോൾ ഈ പ്രൊജസ്ട്രോൺ ഡെഫിഷ്യൻസി വരികയാണെങ്കിലും അബോർഷൻസ് ആവാൻ സാധ്യതയുണ്ട്. അതേപോലെ വൈറൽ ഇൻഫെക്ഷൻസ്, ഇപ്പോൾ ഏതെങ്കിലും ചില വൈറൽ ഇൻഫെക്ഷൻസ് പ്രഗ്നൻസിയിൽ വരികയാണെങ്കിൽ അത് മദറിന് സാധാരണ ഒരു നോൺ പ്രഗ്നൻറ്റ് വുമന് വന്നാൽ ചിലപ്പോൾ അത് ഒന്നും ഇല്ലാതെ തന്നെ പോകും. ചിലപ്പോൾ നമ്മൾ അറിയും കൂടിയില്ല അങ്ങനെ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ അതേ ഇൻഫെക്ഷൻ പ്രഗ്നൻസിയിലായ അത് കുഞ്ഞിനെ ബാധിച്ചിട്ട് അബോർഷൻ ആവാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ റുബെല്ല എന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷൻ ഉണ്ട്, ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് പ്രശ്നമില്ലാത്തത് അബോർഷൻ ഒരു കാരണമാവാം. അപ്പോൾ ഈ ഒരു ഫ്രം 3 to 5 months എന്തൊക്കെയായിരിക്കാം ആ ടൈമിൽ കൂടുതലും സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ഈ മൗത്താണ് സെർവിക്സ്. അപ്പോൾ അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ വൈഡായി പോയാലോ, ഇതെങ്കിൽ ഓൾറെഡി അത് ഷോർട്ട് സെർവിക്സ് ആയിരിക്കും ചില ആൾക്കാർക്ക്. അപ്പോൾ അത് കാരണം ഈ പ്രഗ്നൻസി ഗ്രോ ചെയ്യുമ്പോൾ 3 months കഴിഞ്ഞിട്ടല്ലേ പ്രഗ്നൻസി കുറച്ചുകൂടി ഗ്രോ ചെയ്യുമ്പോൾ ആ സെർവിക്സിന് ആ പ്രഗ്നൻസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ ആ പ്രഗ്നൻസി അബോർട്ടായി പോകുന്നതിനാണ് സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് കാരണം ഉണ്ടാകുന്ന അബോർഷൻ എന്ന് പറയുന്നത്. പിന്നെ യൂട്രസിൽ വരുന്ന ചില പ്രോബ്ലംസ്, ചിലപ്പോൾ യൂട്രസിൻ്റെ സ്ട്രക്ചറിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഇതൊക്കെ ജന്മം മുതൽ തന്നെ യൂട്രസിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ്. ചിലപ്പോൾ ഒരു ചെറിയ സെപ്റ്റം എന്ന് പറയും, യൂട്രസിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രോത്തോ ഇല്ലെങ്കിൽ യൂട്രൈൻ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ സാധാരണ അങ്ങനത്തെ അബോർഷൻസ് കാണുന്നത് 3 months കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ ഈ രണ്ടിലും ഓവർലാപ്പ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇതേ വൈറൽ ഇൻഫെക്ഷൻ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഉണ്ടാവും, പക്ഷേ ആ സമയത്ത് കുഞ്ഞിനെ ബാധിക്കുന്ന ചാൻസ് കുറച്ചുകൂടി കുറവാണ്. ബട്ട് അബ്സല്യൂട്ട്ലി ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ റീസൺസ് കുറച്ച് ഓവർലാപ്പ് ചെയ്യാം, പക്ഷേ യൂഷ്വലി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ 2 കണ്ടീഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ, അതിലേക്ക് പോകാം. ഹലോ ഡോക്ടർ. ഡോക്ടറോട് ചോദിച്ചു, പേര് പറഞ്ഞോളൂ മാഡം. എന്റെ പേര് പ്രിയ എന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം കൊട്ടാരക്കരന്ന് വിളിക്കുന്നത് PCOD-യുടെ ഡൗട്ട് ചോദിക്കാനാണ് വിളിച്ചത്. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. മാം, ഞാൻ മെറ്റ്ഫോർമിൻ ടാബ്ലറ്റ് എടുക്കുവാണ്. ഇപ്പൊ 1.5 year ആയി എടുത്തു തുടങ്ങിയിട്ട്. അപ്പൊ അതിലെന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ? PCOD ഉണ്ടെന്ന് സ്കാൻ ചെയ്തപ്പോ പറഞ്ഞു
ലെഫ്റ്റ് ഓവറി നോർമലോ റൈറ്റ് ഓവറിയിൽ ചെറുതായിട്ടുണ്ടെന്ന്. മെറ്റ്ഫോമിന്റെ വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല, ബട്ട് അതിനൊരു ലിമിറ്റ് വരെ അതിന് എഫക്ട് വരുള്ളൂ. അപ്പോൾ ഒരു 1.5 years ഒക്കെ കഴിച്ചിട്ട് ഇപ്പോഴും പോളിസിസ്റ്റിക് ഓവറി ഉണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടി വേറെ മെഡിക്കേഷൻസ് ഉണ്ട് പോളിസിസ്റ്റിക് ഓവറിക്ക്. പക്ഷെ മെറ്റ്ഫോമിന്റെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല, കഴിക്കുന്നതുകൊണ്ട് ഹാം ഒന്നുമില്ല, പ്രശ്നമൊന്നും വരത്തില്ല. ഒരു കുഴപ്പമില്ല. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഗ്നൻസി ആവുന്ന ചാൻസസ് കുറച്ചുകൂടി ബെറ്റർ ആണ്. ഇൻഫാക്ട് പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് നമ്മൾ പ്രഗ്നൻസിയിലെ മെറ്റ്ഫോമിൻ കണ്ടിന്യൂ ചെയ്യാറുണ്ട്, അല്ലാതെ പ്രഗ്നൻസിക്ക് അതുകൊണ്ട് ഹാം ഒന്നും വരത്തില്ല. ആവാൻ ചാൻസ് ഉണ്ട്. മെറ്റ്ഫോമിൻ കഴിക്കുമ്പോൾ പോളിസിസ്റ്റിക് ഓവറി കറക്റ്റ് ആവുമ്പോൾ ഓവുലേഷൻ ശരിയായിട്ട് പ്രഗ്നൻസി ആവാൻ ചാൻസസ് ഉണ്ട്. താങ്ക് യു മാം, താങ്ക്സ് ഫോർ കോളിംഗ്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ 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 ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഇത് സ്വപ്നയാണേ. ഡോക്ടറോട് ചോദിച്ചോളൂ മാഡം. മാഡം ഗുഡ് ആഫ്റ്റർനൂൺ പറയൂ. മാഡം ഹലോ മാഡം. പറഞ്ഞോളൂ. മാഡം ഞാനൊരു ടെസ്റ്റ് നടത്തിയായിരുന്നു, വെയിറ്റ് ഓവർ വെയിറ്റ് ആയനെ. അപ്പം അതിനകത്ത് റിസൾട്ട് എന്ന് വെച്ചാൽ ബൈലാറ്ററൽ പോളിസിസ്റ്റിക് ഓവറി എന്നായിരുന്നു. ഓക്കെ, ഹലോ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. അപ്പം ഡോക്ടർ അതിന്റെ ലെഫ്റ്റ് ഓവറിയിലാണെങ്കിൽ 19-18 mm എന്നാണ് കുടിച്ചിരിക്കുന്നത്. അത് വോള്യൂം ആയിരിക്കും ഓവറിയുടെ. പറയൂ. അപ്പം 2 ഓവറിയിലും ടിനി പോളിക്കിൾസ് ഉണ്ട്. അപ്പൊ അതിന് മെഡിസിൻ എടുക്കേണ്ടതെയാണോ ഡോക്ടർ? പോളിസിസ്റ്റിക് ഓവറിക്ക് ഇപ്പോൾ ഓരോ ഏജ് അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ലൈഫിൻ്റെ സ്റ്റേജിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അതനുസരിച്ച് നമ്മൾ മെഡിസിൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇറഗുലർ പീരിയഡ്സ് മാത്രമേ പ്രോബ്ലം ഉള്ളൂ എന്നുണ്ടെങ്കിൽ പീരിയഡ്സ് കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻ കൊടുക്കും. പ്രഗ്നൻസി ആവുന്നില്ലാണ്ടെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ആവാനുള്ള മെഡിസിൻ കൊടുക്കും. അപ്പോൾ ആദ്യത്തെ ഒരു കുട്ടിയുണ്ട്, അത് 1.5 വയസ്സുള്ള ഒരു കുട്ടിയാണുള്ളത്. ഓക്കെ, അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് പ്രഗ്നൻസി വേണ്ടാന്നുണ്ടെങ്കിൽ പീരിയഡ്സ് റെഗുലറൈസ് ചെയ്യാനുള്ള മെഡിസിൻസ് മാത്രം കഴിച്ചാൽ മതി. പിന്നെ ചിലപ്പോൾ പ്രഗ്നൻസി ആവശ്യം. വെൽക്കം. താങ്ക് യു മാം, താങ്ക്സ് ഫോർ കോളിംഗ്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ ഡോക്ടറോട് സംസാരിക്കണേ. പറഞ്ഞോളൂ മാഡം, പേര് പറഞ്ഞോളൂ. പേര് പ്രീത. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ പറയൂ. എന്റെ കല്യാണം കഴിഞ്ഞ 5 വർഷമായി. കുഞ്ഞുങ്ങളില്ല. എന്റെ പീരീഡ് റെഗുലർ ആയിരുന്നു. അയൺ ടാബ്ലറ്റ്സ് കഴിക്കുമ്പം റെഗുലർ ആയിട്ട് തന്നെ വരാറുണ്ട് പീരീഡ്. ഓക്കെ, ഹലോ പറയൂ. എന്റെ കല്യാണം കഴിഞ്ഞ 5 വർഷം. അത് കേട്ടു. ഇപ്പൊ പീരീഡ്സ് ഇറഗുലർ ആണോ? എന്തോ ബുദ്ധിമുട്ട് എന്താണ്? പീരീഡ് റെഗുലർ ആയിരുന്നു. പക്ഷെ അയൺ ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ റെഗുലർ ആയിട്ട് പീരീഡ് വരാറുണ്ട്. അയൺ ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ മാത്രമേ റെഗുലർ ആയിട്ട്. അയൺ ടാബ്ലറ്റ്സിനും റെഗുലാരിറ്റിക്കും വലിയ റിലേഷൻ ഒന്നും ഇല്ല. പീരിയഡ്സ് ഇറഗുലർ ആണെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും കോസ് ഉണ്ടോ എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ബിക്കോസ് എനീമിയ കാരണം മാത്രം ആർക്കും ഇറഗുലർ പീരിയഡ്സ് വരാറില്ല. അപ്പോൾ അതിൽ തൈറോയിഡോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, സ്കാൻ വൈസ് ഓവറീസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കണം. അല്ലാതെ അയൺ ടാബ്ലറ്റ്സിനും പീരിയഡ്സ് ഒരു പ്രോബ്ലംസ് പറഞ്ഞില്ല. ഹസ്ബൻഡിന്റെ കൗണ്ട് കുറവായതുകൊണ്ടാണ് പ്രഗ്നൻസി ആവുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ചികിത്സിച്ചാൽ മതി. ഹസ്ബൻഡിന്റെ കൗണ്ട് കൂടാനുള്ള മെഡിസിൻസ് എടുത്താൽ മതി. അതിന്റെ കൂടെ തന്നെ പീരിയഡ്സും പറ്റുന്നതും റെഗുലർ ആയിട്ട് വെക്കണം. ബിക്കോസ് ഒരാളെ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ മറ്റേ ആൾക്ക് വീണ്ടും പ്രോബ്ലം കണ്ടാൽ പിന്നെ പ്രഗ്നൻസി ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പീരിയഡ്സും റെഗുലറൈസ് ചെയ്യണം, കൗണ്ട് കൂടാനുള്ള മെഡിസിനും കഴിക്കുന്നതായിരിക്കും നല്ലത്. താങ്ക് യു മാം, താങ്ക്സ് ഫോർ കോളിംഗ്. നമുക്കൊരു കോളുണ്ട് ഡോക്ടർ, അതിലേക്ക് പോകും. ഹലോ 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 ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സുചിത്ര. ഞാൻ 21 വയസ്സുണ്ട്. പറയൂ. കാര്യം അറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത്. പറയൂ. എനിക്ക് പീരീഡ്സ് 31 പീരീഡ് ആയി. അത് കഴിഞ്ഞ് 4 ദിവസത്തേക്ക് പീരീഡ് റെഗുലർ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴും ചെറുതായിട്ട് ബ്ലീഡിങ് ചെറുതായിട്ടുണ്ട്. ഇങ്ങനെ വരാറുണ്ടോ? ഇതിന് മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് പീരിയഡ്സ്? ഫസ്റ്റ് ടൈം ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ഡോക്ടറെ പോയി കാണുന്നാൽ നല്ലതൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഓവുലേഷന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണം. അതേപോലെ തൈറോയിഡ് ഹോർമോൺ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്.
ഇതിപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് ആദ്യം കറക്റ്റ് ചെയ്തിട്ട് പിന്നെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ എനിക്ക് മുൻപ് സിസ്റ്റിന്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് കാരണവും വരാം. ഇതുപോലെ പീരിയഡ്സിന്റെ ഇറഗുലാരിറ്റി നീണ്ടു നിൽക്കുന്നതൊക്കെ സിസ്റ്റ് കാരണം വരാം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒന്ന് സ്കാൻ ചെയ്ത് സിസ്റ്റ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഡോക്ടറിനോട് ചോദിച്ചോളൂ മാം. പറയൂ. ഷോർട്ട് സർവീസ് വന്നിട്ട് ഒരു സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറയൂ. അപ്പോ അതുകൊണ്ട് കുഴപ്പമൊന്നും സംഭവിച്ചില്ല. കുട്ടിക്ക് 4 മാസമായി പറഞ്ഞു. സ്കാനിങ് ചെയ്തപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ സർവീസ് ചെയ്തതുകൊണ്ട് ഈ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടിക്ക് ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? കുട്ടിക്ക് പ്രശ്നമൊന്നും വരത്തില്ല. ഇത് ചെയ്യുന്നത് അബോർഷൻ ആവാതിരിക്കാനായിട്ടാണ് സ്റ്റിച്ച് ഇടുന്നത്. അപ്പോൾ ഷോർട്ട് സെർവിക്സ് എന്ന് പറയുമ്പോൾ ആ സെർവിക്സിന്റെ ലെങ്ത് സാധാരണ ആൾക്കാരെക്കാട്ടിൽ കുറച്ചുകൂടി കുറഞ്ഞതുകൊണ്ട് സെർവിക്സ് ഡൈലേറ്റ് ആയി പോകാൻ ചാൻസസ് ഉള്ളതുകൊണ്ട് അബോർഷൻസിന്റെ ചാൻസ് കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ അത് വരാതിരിക്കാനായിട്ടാണ് ഈ സ്റ്റിച്ച് ഇടുന്നത്. അത് ബേബിക്ക് പ്രശ്നം വരാതിരിക്കാനായിട്ടാണ്, അല്ലാതെ അത് കാരണം ബേബിക്ക് പ്രശ്നമൊന്നും വരില്ല. അത് ഓഫ് കോഴ്സ് എന്താണ് ഡെലിവറിയുടെ സമയത്ത് പ്രശ്നമൊന്നും ആ സ്റ്റിച്ച് ഇട്ടത് കൊണ്ട് കുഴപ്പമൊന്നും വരില്ല. അവർ സാധാരണ ആ ഡെലിവറിയുടെ ഡേറ്റ് എത്തുമ്പോൾ സ്റ്റിച്ച് അവർ തന്നെ കട്ട് ചെയ്തിട്ട് നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യും. അല്ലാതെ അത് കാരണം ഡെലിവറിക്ക് വേറെ പ്രശ്നമൊന്നും വരത്തില്ല. സ്റ്റിച്ച് ഇട്ട് ഉടനെ കുറച്ച് ദിവസത്തേക്ക് ബ്ലീഡിങ് കാണാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ആ സ്റ്റിച്ച് പോകുന്നത് സെർവിക്സിൽ കൂടെ അവിടെ നിന്ന് കുറച്ച് ബ്ലീഡിങ് കുറച്ച് 1-2 ദിവസത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല, അത് തന്നെ നിന്നോളൂ. റെസ്റ്റ് കുറച്ച് എടുക്കുന്നതാണ് നല്ലത്. ബിക്കോസ് സ്റ്റിച്ച് ഇട്ടത് ഒരു അബോർഷന്റെ ടെൻഡൻസി ഉള്ളത് കൊണ്ടായതുകൊണ്ട് ആ സ്റ്റിച്ച് ഇട്ടത് കൊണ്ട് മാത്രം റെസ്റ്റ് എടുക്കാതിരിക്കേണ്ട. എന്നാലും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് അല്ല, പറ്റുന്നതും അധികം കടുത്ത ജോലി ഹെവി വർക്ക് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. താങ്ക് യു മാം, താങ്ക്സ് ഫോർ കോളിംഗ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ കൺട്രിയിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നമ്മൾ സ്മോക്കിംഗ്, ആൽക്കഹോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ പറ്റുന്നതും ആ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തൊന്ന് പറ്റുന്നതും കൺട്രോൾ ചെയ്യാൻ. പറഞ്ഞ പോലെ ഈ ഏർലി സ്റ്റേജസിൽ അറിയാതെ ടൈമിൽ എക്സ്പോഷർ ഉണ്ടെങ്കിൽ അത് ബേബിക്ക് ഹാംഫുൾ ആവാൻ ചാൻസസ് ഉണ്ട്. പിന്നെ റെഗുലർ എക്സസൈസും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തി ഡയറ്റ് കഴിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹെവി ഓവർ വെയിറ്റ് പറയുന്ന പോലെ തന്നെ ഭയങ്കര അണ്ടർ വെയിറ്റ് ആണെങ്കിലും അതും പ്രഗ്നൻസിക്ക് ഒരു പ്രോബ്ലം വരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ കണ്ടിട്ട് എന്തെങ്കിലും ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഒക്കെ എടുത്തിട്ട് ഐഡിയൽ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ് മാഡം. നമ്മൾ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. അപ്പം നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനു മുമ്പ് നമ്മൾ എപ്പോഴും ഒരു പ്ലാൻ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയാവുന്ന ഒരു മെസ്സേജ്. എനിവേ താങ്ക് യു സോ മച്ച് മാം ഫോർ കമ്മിങ്. ഹെൽത്ത് ടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.